മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുത്തുകാരി ഹണി ഭാസ്കർ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അടുത്തിടെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന് 7 മണിക്ക് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രതികരണം അറിയാനുണ്ട്. പ്രത്യേകിച്ച് ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരമൊരു കാര്യത്തിൽ പേര് പറഞ്ഞുകൊണ്ടാണ് ഹണി ഭാസ്കർ രംഗത്തെത്തിയത്. അങ്ങനെയാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ലിജോ റോളൻസ് തത്സമയം ചേരുകയാണ്. ലിജോ, വലിയ ആരോപണങ്ങളിൽപ്പെട്ട് നിൽക്കുകയാണ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് പറയാനുണ്ടാകും. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എന്താണ് പറയാനുള്ളതെന്നുണ്ടാകും. പക്ഷേ അത് അദ്ദേഹം മാധ്യമങ്ങളെ ഇപ്പോൾ കണ്ടിട്ട് കുറച്ചധികം കാലമായി എന്നുകൂടി മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉയരുന്ന ആരോപണങ്ങൾ അതിലൊരു തന്റെ ഭാഗം വിശദീകരിക്കുക എന്നൊരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ശ്രമം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ? വീട്ടിൽ അദ്ദേഹം ഉണ്ടോ? ജിൽസി, കുറച്ചധികം നാളായി കോൺഗ്രസിലെ ഒരു യുവ ജനപ്രതിനിധിയെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ വന്നു. ആ സമയത്ത് രാഹുൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ എന്തും നേരിടാൻ തയ്യാറാണ്. അത് ആ സമയത്തുള്ള ഒരു മറുപടിയായിരുന്നു. ഹൂ കെയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി നൽകിക്കൊണ്ടായിരുന്നു അതിനെ നേരിട്ടത്. അതിൻ്റെ അത്തരത്തിലൊരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഒരു യുവ നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഒരു യുവ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും തനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ അങ്ങനെ നിൽക്കുകയോ പരാതിയുമായൊന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ വൈകുന്നേരത്തോടു കൂടെ ആ നടി പറഞ്ഞ ജനപ്രതിനിധി എന്ന് പറയുന്നത് രാഹുലാണെന്ന് ആരോപിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ പാലക്കാടുള്ള രാഹുലിൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ചും ഒരു പ്രതിഷേധവും ഒക്കെ നടത്തി. അതോടുകൂടെ അത് അത്തരത്തിലൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പാലക്കാട് എന്നുള്ള ജനപ്രതിനിധി കൂടിയാണ് രാഹുൽ. മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹണി ഭാസ്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നേരിട്ട് തനിക്ക് അത്തരത്തിലൊരു ഇത് ഉണ്ടായില്ലെങ്കിൽ പോലും അത് രാഹുൽ പറഞ്ഞതായി സുഹൃത്തുക്കൾ അറിഞ്ഞു വന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അവിടെ രാഹുലിൻ്റെ പേര് പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ കാര്യം പറയുന്നു. അപ്പോൾ അതിന് രാഹുൽ മറുപടി പറയേണ്ടി വരും. മാത്രവുമല്ല, ഏത് നിയമ നടപടി രാഹുൽ എത്തരത്തിലൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ എന്നൊരു വെല്ലുവിളി കൂടെ നടത്തിയിരിക്കുകയാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറച്ച് ദിവസങ്ങളായി കൃത്യം ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു പ്രതികരണമൊന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് രാഹുലിന് എന്താണ് പറയാനുള്ളത്? ആ നടിയുടെ ആ പ്രതികരണത്തിൽ ഒരുപക്ഷെ പ്രതികരണം ഇല്ലെങ്കിൽ പോലും ഹണി പറഞ്ഞ കാര്യങ്ങളിലൊപ്പം തന്നെ BJPയുടെ ആരോപണങ്ങളിലും ഒരു മറുപടി നൽകിയേ കഴിയുള്ളൂ. കാര്യം ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ ലിജോ, അതായത് അതൊരു അസാധാരണമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം എന്തിനും ഏതിനും അഭിപ്രായം പറയാൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ തനിക്കെതിരെ വ്യക്തിപരമായി പോലും തനിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിന് ഇഷ്ടമല്ലെങ്കിൽ പോലും മറുപടി പറയേണ്ടതുണ്ട്. രാഹുലിന്റെ ഭാഗം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവർ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് കുറഞ്ഞ പക്ഷം അദ്ദേഹത്തെ വിജയിപ്പിച്ച ആളുകൾക്കെങ്കിലും അറിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു മറുപടി ലഭിക്കേണ്ടതല്ലേ രാഹുലിൽ നിന്ന്? അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നാണോ ലിജോ കരുതുന്നത്? അല്ലെങ്കിൽ ഉടനെ മാധ്യമങ്ങളെ കണ്ടെത്തരം ഒരു പ്രതികരണം നടത്താൻ രാഹുൽ തയ്യാറായേക്കുമോ ലിജോ? ജിൽസി, രാഹുലിന്റെ ഒരു പൊതുവായ സ്വഭാവം പറയാം, ഏതൊരു കാര്യത്തിലും ആദ്യം ശക്തമായ പ്രതികരണങ്ങൾ നടത്തുക, പ്രതിയോഗികൾക്ക് തിരിച്ചൊരു മറുപടി നൽകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു രാഹുലിന്റെ ഒരു രീതി. പക്ഷേ കുറച്ച് ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് പിന്നാലെ പാലക്കാട് നിലമ്പൂരൊക്കെ വന്നപ്പോൾ അത് ശക്തമായി. എന്നാൽ അതിനുശേഷം ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിശബ്ദത പാലിക്കുന്നു. അത് രാഹുൽ മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായി കോൺഗ്രസിനെ അനുകൂലിച്ചു കൊണ്ടെഴുതുന്ന MLA-മാരുണ്ട്, മുൻ MLA-മാരുണ്ട്. അവരാരും തന്നെ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണമായി വന്നിട്ടില്ല. അതുകൊണ്ട് രാഹുൽ കൃത്യമായി എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു പ്രസക്തിയുണ്ട്. ഇവിടെ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഇവിടെ വീട്ടിലില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നത്. രാഹുൽ MLA ഉപയോഗിക്കുന്ന വാഹനവും വീട്ടിലില്ല. പക്ഷേ ഇന്ന് പത്തനംതിട്ടയിൽ ഈ രാഹുലിന് നിരവധിയായിട്ടുള്ള പരിപാടികളുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ആ പരിപാടികൾക്കായി രാഹുൽ ഇവിടെ എത്തിച്ചേരുമെന്നുണ്ട്.